അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്വീറ്റ് ഡിഷ് ആയിട്ടാണ് അഫ്ലാട്ടൂൺ ഇതൊരു മുംബൈ സ്പെഷ്യൽ സ്വീറ്റ് ആണ് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് സ്വീറ്റ് ആണിത് ഇപ്പോൾ പണ്ട് മുംബൈ ആയിരുന്നപ്പോൾ കൊണ്ടുവരാറുണ്ടായിരുന്നതാണ് ഇടയ്ക്ക് ഇത് ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ ഇത് ഉണ്ടാക്കാൻ പഠിച്ചു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് അര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാൽപ്പൊടി ഏകദേശം 200 ഗ്രാം കോയയാണ് ഇതില്ലാതെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം അര കപ്പ് പഞ്ചസാര 1/4 കപ്പ് ബദാം ചെറുതായി നുറുക്കിയത് ഒരു കപ്പ് പാല് അര കപ്പ് നെയ്യ് ആദ്യം ഒരു പാൻ നന്നായി ചൂടാക്കി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗീയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ പിസ്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്ന് ബദാം മാത്രമാണ് എടുത്തത് ഇത് ഓവർ റോസ്റ്റ് ഒന്നും ആവണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇത് റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതിലേക്ക് ബാക്കിയുള്ള ഗീ കൂടി ചേർത്ത് റവയൊന്ന് നല്ലപോലെ വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൈയെടുക്കാതെ ഇളക്കിയെടുക്കും വേണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് റവയൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിയെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കോയ കൂടി ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് 1 ലിറ്റർ പാൽ യൂസ് ചെയ്ത് ഏകദേശം ഒരു 200 ഗ്രാം കോയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇത് ഇത്ര കട്ടിയായത് ഇത് ഉണ്ടാക്കുന്ന വെച്ചാൽ നല്ലപോലെ പാല് തിളപ്പിച്ച് കുറുക്കിയെടുത്തതാണ് കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത് തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈയെടുക്കാതെ ഇളക്കിയെടുക്കണം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവാകണം ഏകദേശം റെഡി ആയിട്ടുണ്ട് പണ്ട് ആർക്കും കൊടുക്കാതെ കട്ട് നിന്ന് ഒരു സ്വീറ്റ് ആയിരുന്നു ഇത് അത്രയും ടേസ്റ്റാണ് ഇതിന് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തടവിയിട്ട് അതിലേക്ക് വേണം മാറ്റി കൊടുക്കാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദം കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുംബൈ സ്പെഷ്യൽ അഫ്ലാട്ടൂൺ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു